ബിഗ് ബോസിലെ പട്ടാ പോലെ ഇവിടെ ഇല്ലത്തെ പട്ടാ ആണ് കേട്ടോ ഞങ്ങൾ 3 പേരും. അപ്പം ഇന്ന് 3 പേരും കൂടെ ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസമായതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുത്ത് വാരിക്കോരി സ്നേഹിക്കുകയായിരുന്നു കേട്ടോ. അത് പെരിന്തൽമണ്ണ ടൗണിലാണ് എത്തിയിട്ടുള്ളത്. നൈറ്റ് ഡ്രൈവ് ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, വീട്ടിൽ നിന്ന് നൈറ്റ് ഡ്രൈവിന് ഇവർ രണ്ടാളും വിടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്നാ മോർണിംഗ് ഡ്രൈവ് ആക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഇടയിൽ ഈ കുറുമ്പത്തിന്റെ കൈ മുറുക്കി പിടിക്കണ്ടായിരുന്നു. കുഞ്ഞാവേനൊക്കെ കൊണ്ടുപോകാൻ നല്ല രസമാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ കൈ പിടിച്ച് നടക്കും, പക്ഷെ ഇടയ്ക്ക് ഒരു പോക്കിരിത്തര ഉണ്ടെന്നുള്ളു. പക്ഷെ ഇന്ന് എന്താന്നാവോ അടങ്ങി നിൽക്കണ്ടായിരുന്നു. നല്ല സുന്ദരി കുട്ടിയായിട്ട് അടങ്ങി നിൽക്കണ്ടായിരുന്നു. പക്ഷെ ഓരോന്നും കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ കുട്ടികളിലെ. അതെന്താ ഇതെന്താന്നൊക്കെ അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പം നമ്മളിന്ന് അവിൽ മിൽക്ക് കുടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ തണുപ്പില്ലാത്തത് 2 ഞാൻ എക്സ്ട്രാ പറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് തണുപ്പുള്ളതും പറഞ്ഞു. കാരണം ഇവർക്ക് ചെറിയൊരു ചുമ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐസ്ക്രീം ഒന്നും ഇടാതെ പാല് മാത്രം യൂസ് ചെയ്ത് അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അവരത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരും. എന്നിട്ട് ആ കുഞ്ഞാക്കി ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ വാരി ഇങ്ങനെ കൊടുക്കായിരുന്നു കേട്ടോ. അതിന് നല്ല ഇഷ്ടം അവിൽ മിൽക്ക്. ഇങ്ങനത്തൊക്കെ ഐസ്ക്രീം സംബന്ധമായിട്ടുള്ള കുറച്ചും കൂടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ ഐസ്ക്രീം ആയിട്ടുള്ളത് വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലേ കുഞ്ഞാവ മാളൂന് വന്ന അവിൽ മിൽക്കിലൊരു എന്താ ഓക്കെ സൂപ്പറാന്നൊക്കെ കാണിക്കുകയാണ്. മാളൂവിൻ്റെ അവിൽ മിൽക്കിലൊരു ചെറിയ ഇടുക്കിനി കണ്ടു കേട്ടോ. അതാ കണ്ടു അത് മോഷ്ടിച്ചു. അതിന് മാള് എന്നിട്ട് അടുത്തത് അയ്യോ അമ്മച്ചിട്ടേ എൻ്റെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ് അതെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാളു ഞാൻ എൻ്റെ ഉണ്ടായില്ല, ഞാൻ തരാമെന്ന് പറഞ്ഞു. കുഞ്ഞാവ് വന്നിട്ട് ഞാൻ കുഞ്ഞാക്കി കാണിച്ചു കൊടുക്കാൻ. കുഞ്ഞാവ് മല കണ്ടുവോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മല കാണും. ഇത് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാളാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോലെ. ഇതിൽ ദിവാലി കഴിഞ്ഞതിൽ പിന്നെ അവിടെ കുറേ ദിവാലിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കി വെച്ചതാ തോന്നുന്നുണ്ട്. ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോയിൽ ഇത്തവണ കുട്ടികൾക്കുള്ള അത്യാവശ്യം നല്ല നല്ല ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാറുള്ളൂ. നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചയക്കാമല്ലോ. കടയിൽ പോയിട്ട് ഷോപ്പിംഗ് വളരെ കുറവാണ്. പക്ഷേ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോന്ന് കുഞ്ഞാക്കി വെച്ച് കൊടുക്കുമായിരുന്നു. കുഞ്ഞാവി അതന്നെ കേട്ടോ ഓരോന്നെടുത്ത് ഇങ്ങനെ വെക്കുക. മാളൂന് പിന്നെ അങ്ങനെയൊന്നുമില്ല. മാളൂന് ഭയങ്കര പക്വതയോടുകൂടി നല്ലൊരു പറഞ്ഞാൽ അതേപോലെ കേൾക്കണ ഒരു കുട്ടി തന്നെയാണ് കേട്ടോ. കുഞ്ഞാവേണ് ഇത്തിരി കുറുമ്പത്തി. പക്ഷേ കുട്ടികളാകുമ്പോൾ ഇത്തിരി വീർതിയും കുറുമ്പൊക്കെ വേണ്ട, നല്ല രസമുള്ളൂ. കുഞ്ഞാവേനെയാണ് ശരിക്കും മിസ് ചെയ്യുക വീട്ടിൽ. കാരണം ഒരു ആളില്ലാത്ത പോലെയാണ് കുഞ്ഞാവില്ലെങ്കിൽ തോന്നുന്നത്. എന്നിട്ട് ഞങ്ങൾ വേഗം തിരിച്ച് അവിൽ മിൽക്കൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ പിസ്സ കഴിക്കണം എന്ന് ഓർത്തു. പക്ഷേ പിന്നെ ഇനി വേറൊരു ദിവസം ആവാമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് കീയൊക്കെ എടുത്തിട്ട് ഹെൽമെറ്റ് എടുക്കുകയാണ് കേട്ടോ. മഴ പെയ്യുന്ന സാഹചര്യം വരുമോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആകാശം കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഭയങ്കരമായിട്ട് ഇരുണ്ട് മൂടി ഇരിക്കുകയായിരുന്നു. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. 36 വേഗം തന്നെ ഫ്രണ്ടിൽ തന്നെ കയറി മുറുക്കി പിടിച്ചിരിക്കും. ഞാൻ വന്നിട്ട് അമ്മയോട് പറയാം, അമ്മ മുറുക്കി പിടിച്ചിരിക്കുന്നുണ്ട് പാവട്ടോ. തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ ട്രെയിനൊക്കെ കാണിച്ചു കൊടുത്തോട്ടോ. ഞങ്ങൾ ഈ ഒരു വഴി എത്തുമ്പോഴേക്കും കറക്റ്റ് ട്രെയിൻ പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഡ്രു സ്കൂട്ടറിൽ വീട്ടിലേക്ക് എത്തി. ഞാനിട്ട് ഈ ഒരു കുർത്ത സെറ്റിൻ്റെ ഷോളും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ മേലെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം.